നമ്മുടെ ജിമെയിൽ ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോറേജ് എല്ലാം ഫുള്ളായി. ഇനി നിങ്ങൾക്ക് 5% ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10% മാത്രമേ ഉള്ളൂ എന്നെല്ലാം. ഇങ്ങനെ നിങ്ങളുടെ സ്റ്റോറേജ് എല്ലാം ഫുള്ളാവുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു OTP വരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർജൻറ്റ് മെയിലൊന്നും വരികയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനോ നിങ്ങളുടെ ജിമെയിലിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെല്ലാം വരാം. അതിനാൽ തന്നെ നമ്മൾ ഇത് കറക്റ്റായി ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സ്റ്റോറേജ് എല്ലാം തന്നെ അവിടെ ബാലൻസ് ആയി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ ജിമെയിലിൻ്റെ സ്റ്റോറേജ് എല്ലാം വളരെ പെട്ടെന്ന് എങ്ങനെ ഒഴിവാക്കാം, അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ജിമെയിൽ എങ്ങനെ സേഫായി വയ്ക്കാം, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ ജിമെയിലിൽ 80% എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ ജിമെയിൽ എല്ലാം തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ഇൻ ഇമെയിൽസ് എന്നതിൽ ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ സൈസ് :10M എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 10 MB അടുത്തുള്ള ഫയൽസ് എല്ലാം ഉള്ള ഇങ്ങനെയുള്ള മെയിൽസ് എല്ലാം ഫിൽട്ടർ ചെയ്യാനാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ സെർച്ച് എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 10 MB മുകളിലുള്ള ഈ ഒരു മെയിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വേറെ ഒരു മെയിൽ ഐഡിയിലാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ കുറച്ച് ഫയൽസ് എല്ലാം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെയിലെല്ലാം ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സെലക്ട് ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്ന എല്ലാ മെയിലും സെലക്ട് ആവുകയും ചെയ്യും. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടാത്തത് ഒഴിവാക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 MB എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് 20 MB എന്നെല്ലാം കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ 20 MB മുകളിലുള്ള ഫയൽ സൈസിലുള്ള മെയിലെല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം, നിങ്ങൾക്ക് ബിഫോർ എന്ന് കൊടുത്ത് കോളൻ എന്ന് കൊടുത്ത് ഇയർ എല്ലാം ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ 2024/01/01 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനുവരി 1, 2024 ഇതിനു മുമ്പുള്ള മെയിലുകളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓൾഡ് മെയിലെല്ലാം തന്നെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് സെർച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പഴയ മെയിലുകളെല്ലാം തന്നെ ഇപ്പോൾ 2023 വന്നിരിക്കുന്ന ഈ ഒരു മെയിലുകളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പഴയ മെയിലുകളെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് ഈസിയായി ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെലക്ട് ഓൾ എന്നെല്ലാം കൊടുത്ത് ആവശ്യമില്ലാത്തതെല്ലാം ഇതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ വന്നിരിക്കുന്ന ഡിലീറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. അതിനാൽ തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെയിലെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്